+1 വാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കഴിഞ്ഞ വർഷങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ആവർത്തിച്ചു വരുന്ന പല ചോദ്യങ്ങളുണ്ട്, അത് മനസ്സിലാവണമെങ്കിൽ മുഴുവനായി തന്നെ കാണണം, ഒരിക്കലും തന്നെ നഷ്ടമാവില്ല. ആദ്യം നമുക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടന്ന ചോദ്യപേപ്പർ ഏത് രൂപത്തിലാണെന്ന് പരിചയപ്പെടാം. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. തുടർന്നും മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങൾ നൽകുന്ന സമ്മാനവും സപ്പോർട്ടുമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹകരിക്കണമെന്നറിയിക്കുന്നു. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വഫിക്ക് യോജിപ്പിക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് യോജിച്ചവ മുകളിൽ കൊടുത്ത ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കണം. അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം. കുല്ലു ഇസ്മിൻ, എല്ലാ ഇസ്മും, ബുദിഅ ബിഹി അൽ ജുംലത്തു, ഇസ്മു കൊണ്ട് ജുംല തുടങ്ങപ്പെട്ടിരിക്കുന്നു. ജുംലയെ തുടങ്ങിയത് ഏതുകൊണ്ടാണ്? ഇസ്മു കൊണ്ടാണ്. അങ്ങനത്തെ ഓരോ ഇസ്മും യുസമ്മ, അതിനിക്ക് പറയുന്നത് മുബ്തദഉൻ എന്നാണ്, മുബ്തദയാണ്. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലയിലെ ആദ്യത്തെ ഇസ്മു മുബ്തദയായിരിക്കും എന്നർത്ഥം. ഇനി തമ്മീസുൽ മിസാഹത്തി, കോലളവിനിക്കുള്ള ഒരു ഉദാഹരണം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അളവിൻ്റെതാണല്ലോ, നമ്മൾ പഠിച്ച വിഷയമാണത്. അതിൽ ബ്രാക്കറ്റിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ബിഅ്തു മിത്രൻ അർലൻ. ബിഅ്തു ഞാൻ വിറ്റു, മിത്രൻ മീറ്റർ, അർലൻ ഭൂമി, 1 മീറ്റർ ഭൂമി ഞാൻ വിറ്റു. മൂന്നാമത്തത് തമ്മീസുൽ കൈലി, കൈലിൻ്റെ കണക്ക്, അളത്തം. അതിനിക്ക് യോജിച്ചവ ഏതാണ്? ഇഷ്തറൈതു, ഞാൻ വിറ്റു അല്ലെങ്കിൽ വാങ്ങി. 5 ലിറ്ററൻ, 5 ലിറ്റർ ബുർറ് ഗോതമ്പ്, 5 ലിറ്റർ ഗോതമ്പ് ഞാൻ വാങ്ങി. ഇഷ്തറൈതു എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങി. നാലാമത്തത് മാകാന മിൻ ജിൻസിൽ മുസ്തസ്നാ മിൻഹു, മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ നിന്നുണ്ടാകുന്ന ഒന്ന് ഏതാണ്? അൽ മുത്തസിലാണ്. എല്ലാവരും വന്നു, സെയ്ദ് വന്നില്ല, ഇതാണല്ലോ മുസ്തസ്ന. അപ്പോൾ ഇത് തന്നെ 2 രൂപത്തിൽ വരുന്നുണ്ട്. മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ തന്നെയാകുമ്പോൾ മുത്തസിലായി വരും. മാലയക്കുൻ മിൻ ജിൻസിൽ മുസ്തസ്നാ മിൻഹു, മുസ്തസ്നാ മിൻഹുവിൻ്റെ ജിൻസിൽ നിന്നല്ലാതെയാകുമ്പോൾ അത് മുങ്കത്തിയാകും. ആറാമത്തത് യജിബുൻ നെസ്ബ് നിർബന്ധമാകും. അതിനോട് യോജിച്ചത് ഏതാണ്? ഇദാ തഖദ്ദമൽ മുസ്തസ്ന അലൽ മുസ്തസ്നാ മിൻഹു, മുസ്തസ്നാ മിൻഹുവിനേക്കാളും മുസ്തസ്ന മുന്തിക്കഴിഞ്ഞാൽ നെസ്ബ് നിർബന്ധമാകും. ഷത്താന ബിമാന ഇഫ്തറക്ക, ഷത്താനയുടെ മാന എന്താണ്? അർത്ഥം എന്താണ്? ഇഫ്തറക്ക, വേർപിരിഞ്ഞു എന്നുള്ളതാണ്. ഹയ്യ അല ബിമാന ഇത്തിബിഹി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് ഈത്തി അംസിലത്തല്ലിമായത്തി, താഴെ കൊടുത്തിരിക്കുന്നവക്കൊക്കെ ഒരു ഉദാഹരണം കൊണ്ടുവരാനാണ്. ഒന്നാമത്തത് അൽ മുനാദ അൽ മബിനിയു അലൽ ലമ്മി, ലമ്മിൻ്റെ മേലിൽ മബിനിയായ മുനാദക്കുള്ള ഉദാഹരണം. മുനാദ എന്ന് പറഞ്ഞാൽ വിളിയാണല്ലോ, വിളിക്കുന്നതിനാണ് മുനാദ എന്ന് പറയുന്നത്. അതുതന്നെ ലമ്മിൻ്റെ മേലിൽ മബിനിയാവണം. ഉദാഹരണം യാ സെയ്ദു. രണ്ടാമത്തത് അൽ അബുൽ മുലാഫു ഇലാ യാ ഇൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൻ്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ട അബ്, അതിൻ്റെ ഉദാഹരണം എങ്ങനെയാണ്? യാ അബത്തി എന്നതാണ് അതിൻ്റെ ഉദാഹരണം. 3 അൽ മുനാദൽ മബിനിയു അലൽ വാവി, വാവിൻ്റെ മേലിൽ മബിനിയായ മുനാദക്കുള്ള ഉദാഹരണം. യാ സെയ്ദൂന, വാവ് കണ്ടില്ലേ? സെയ്ദൂന, അത് വാവിൻ്റെ മേലിൽ മബിനിയായതാണ്. നാലാമത്തത് അൽ മുനാദൽ മബിനിയു അലൽ അലിഫി, അലിഫിൻ്റെ മേലിൽ മബിനിയായ മുനാദ യാ സെയ്ദാനി എന്നതാണ്. മൂന്നാമത്തത് ദാഇറത്തൻ അലൽ ഖതഇ വകുതുബി സഹീഹ
ഫിൽ ജദുവലി, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ മിസ്റ്റേക്കായിട്ടുള്ളവ, തെറ്റ് വന്നിട്ടുള്ളവ റൗണ്ട് ചെയ്യുക. അത് തന്നെ ഇപ്പുറത്തെ കൊടുത്തിരിക്കുന്ന കള്ളിയിൽ ശരിയാക്കി എഴുതുകയും ചെയ്യുക. ഒന്നാമത്തത് റുവൈദ മദീനിക്ക ഇലൽ മൈസറ. ശരിയാക്കി തെറ്റ് സംഭവിച്ചത് മദീനിക്ക എന്നിടത്താണ്. അത് നമ്മൾ ശരിയാക്കി മദീനക്ക എന്നാക്കി. മത്താ തെജ്ലിസു അജ്ലിസ്, തെറ്റ് തെജ്ലിസു എന്നതാണ്. അതിനെ ശരിയാക്കി മത്താ തെജ്ലിസ് അജ്ലിസ് എന്നാക്കി. മൂന്നാമത്തത് വമാ അളുന്നു സാഅത്തു ഖായിമ എന്നതിലെ സാഅത്തു എന്നുള്ളത് തെറ്റാണ്. അസ്സാഅത്ത എന്നാണ് വേണ്ടത്. 4 ഹൈസുമാ തസ്തഖിം യുഖദ്ദിറു ലക്കല്ലാഹു നജാഹ എന്നുള്ളതിലെ യുഖദ്ദിറു തെറ്റാണ്. യുഖദ്ദിർ എന്നാണ് വേണ്ടത്. ഹിൻ ഫുല്ല ഇംറഅത്തിൻ, ഫുല്ല എന്നുള്ളത് തെറ്റാണ്. അഫുലു എന്നാണ് ശരിയായി വരേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ നാലാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. അതിലൊന്ന് തഅജ്ജുബു മാ ഹുവ. തഅജ്ജുബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്ചര്യപ്പെടുക, അത്ഭുതപ്പെടുക എന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചതല്ലേ. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? എന്താണ്? ഇസ്തിഅലാമു ഫിഇലി ഫാഇലിൻ, ഒരു പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ഭാഗത്ത് നിന്ന് പ്രകടമാകുന്ന പ്രത്യേകമായ ഒരു കാര്യത്തെ വലുതായി കാണലാണ് തഅജ്ജുബ് എന്നുള്ളത്. നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. ആശ്ചര്യത്തോടെ നോക്കിക്കാണുക, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി വരുന്ന കാര്യമായതുകൊണ്ട്. സാധാരണ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ല, പ്രത്യേകമായിട്ടുള്ള കാര്യമായതുകൊണ്ടാണത് തഅജ്ജുബായി നമുക്ക് വരുന്നത്, അത്ഭുതത്തിൽ ആശ്ചര്യത്തിൽ വരുന്നത്. രണ്ടാമത്തത് സിഅത്തു തഅജ്ജുബി കം ഹിയ വമാ ഹിയ. തഅജ്ജുബിൻ്റെ പദങ്ങൾ എത്ര, ഏതൊക്കെ? എത്ര എന്നുള്ളതിനിക്ക് ഉത്തരം 2. ഏതൊക്കെ എന്ന ചോദ്യത്തിനിക്ക് മാ അഫ് അല, അഫ് ഇൽ ബിഹി എന്നിങ്ങനെ 2 പദങ്ങളാണ് തഅജ്ജുബിൻ്റെ പദമായി വരുന്നത്. മൂന്നാമത്തത് എൽസമു അൻ യുതാബിക അഫ് അലു തഫ്ലീലി മൗസൂഫഹു മതാ. അഫ്ളലു തഫ്ലീല് മൗസൂഫിനോട് യോജിച്ച് വരൽ നിർബന്ധമാണ് എപ്പോൾ? ഇദസ്തഅമല അഫ്ളലു തഫ്ലീലി ബി അല്ല്. അഫ്ളലു തഫ്ലീലിനെ അല്ല് ഉൾപ്പെടുത്തി, അല്ല് ചേർത്തി പറയുകയാണെങ്കിൽ. നാലാമത്തത് ഹുറൂഫുൻ നിദാഇ ലിൽ ബഈദി മാഹിയ. വിദൂരത്തേക്കുള്ള നിദയുടെ ഹർഫുകൾ ഏതൊക്കെ? യാ, ഐ, ആ, അയാ, ഹയാ. ഇതൊക്കെ നിദ ചെയ്യാൻ, വിളിക്കാൻ വേണ്ടി, അതും വിദൂരത്തുള്ളവരെ വിളിക്കാൻ വേണ്ടിയുള്ളതാണ്. അഞ്ചാമത്തത് വസ്നു മസ്ദരി ഫഅല. ഫഅലയുടെ മസ്ദറിൻ്റെ വസ്ന് അൽ ലാസിമി ദാലി അലൽ ഇംതിനാ. ഇംതിനായിൻ്റെ മേൽ അറിയിക്കുന്ന ലാസിമായ ഫഅലയുടെ മസ്ദർ എന്താണ്? ഫിആൽ എന്നുള്ളതാണ്. ആറാമത്തത് മതാ യകൂനുൽ മുളാരിഉ മർഫൂഅൻ. മുളാരി എപ്പോഴാണ് മർഫൂ ആകുന്നത്, റഫ് ആക്കപ്പെട്ടതാകുന്നത്? ഇദാ ഖലൽ ഫീലുൽ മുളാരി, മുളാരിയായ ഫീൽ ഒഴിവായാൽ, മിൻ നാസിബിൻ വ ജാസിമിൻ, ജസ്മ് ചെയ്യുന്ന അക്ഷരത്തിൽ നിന്നും നസ്ബ് കിട്ടുന്ന അക്ഷരത്തിൽ നിന്നും മുളാരിയായ ഫീൽ ഒഴിവാണെങ്കിൽ പിന്നെ മുളാരിയായ ഫീല് മർഫൂ ആണ്, റഫ് ഉള്ളതാണ്. അടുത്തത് അഞ്ചാമത്തത് ബയ്യിൻ, വ്യക്തമാക്കാനാണ്. 1 അമലു അഫ്ആലിൽ മദ്ഹി ബദ്ദമ്മ്. മദ്ഹ് ദമ്മിൻ്റെ ഫീലുകളുടെ അമലെന്താണ്? തർഫഉ ഇസ്മൽ ജിൻസ്, ഇസ്മ ജിൻസിനിക്ക് റഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്മ ജിൻസോ അൽ മുഅറഫു ബി അല്ല്, അല്ല് കൊണ്ട് മഅരിഫയാക്കപ്പെട്ടത്, അല്ലുള്ളത്. ഔ മാ ഉദീഫ ഇല മാ ഫീഹി അല്ല്, അല്ലുള്ള ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടത്, ചേർക്കപ്പെട്ടത്, അതാണ്. രണ്ടാമത്തത് തമ്മീസു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. തമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷൻ അറബിയിൽ തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഇസ്മുൻ, ഫളലത്തുൻ, നക്കിറത്തുൻ, ജാമിദുൻ, മുഫസ്സിറുൻ, ഇങ്ങനെയെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക. ലിമാ ഉബ്ഹിമ മിന ദവാത്തി അവിൻ നിസ്ബത്തി, ഇതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡെഫിനിഷൻ, താരീഫ്. അതിൻ്റെ അറബി മലയാളം എങ്ങനെ വരുന്നത്? അവ്യക്തമാക്കപ്പെട്ട സാധനത്തിനെയോ
അത് ദാത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബന്ധത്തെയോ അത് നിസ്ബയാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഫളിലയായ നക്കിറയായ ജാമിദായ ഒരു ഇസ്മാണ് തമ്മീസ് എന്ന് പറയുന്നത്. ലേശം പ്രയാസം ഉണ്ടാകും, പഠിച്ചേ പറ്റൂ. അതിൻ്റെ മലയാളം പഠിക്കുന്നതിലും എളുപ്പം നമുക്കതിൻ്റെ അറബി അങ്ങ് പഠിച്ചു വെക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഇറാബുൽ മുലാഫിലേഹി, മുലാഫിന്നിലേൻ്റെ ഇറാബ് എല്ലാവർക്കും അറിയാം, ജറാകുന്നു. നാലാമത്തത് അമലു അഫ്ആലി ഷക്കി വൽ യക്കീനി, ഷക്ക് യക്കീൻ്റെ ഫീലുകളുടെ അമൽ എന്താണ്? യുൻസബു മഫ്ഊലൈനി, രണ്ട് മഫ്ഊലിനിക്ക് നസ്ബ് ചെയ്യുക എന്നുള്ള പണിയെടുക്കുന്ന ആളുകളാണ് ഷക്ക് യക്കീൻ്റെ ടീം. ശ്രദ്ധിക്കുക. ഇനി ആറാമത്തത് തർജിം, പരിഭാഷപ്പെടുത്താനാണ്. അറബി മലയാളത്തിലേ എഴുതാവൂ. മലയാളത്തിൽ വേഗം മനസ്സിലാവാൻ വേണ്ടി ഇതിൽ എഴുതി എന്നേ ഉള്ളൂ. ഒരിക്കലും മലയാളം അക്ഷരങ്ങൾ ഒരിക്കലും പേപ്പറിൽ ഉണ്ടാവരുത്, അത് മാർക്ക് നഷ്ടപ്പെടാൻ കാരണമാകും. അതിലൊന്നാമത്തത് ഐഹാത്തൽ അഖില്ലാഹു, കൂട്ടുകാർ അകലെയായി, വിദൂരത്തായി. ഇതിൽ മലയാളത്തിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടി കൊടുത്തതാട്ടോ. രണ്ടാമത്തത് കുന്തു അഖല്ലുക്ക നാസുറ, നീ ഒരു സഹായിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നു.